ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇൻ്റഗ്രൽസ് എക്സസൈസ് പ്രോബ്ലംസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻസ് 37 to 39 ആണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 37 ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് സൈൻ ഓഫ് tan inverse x raised to 4 divided by 1 plus x raised to 8 ആണ് ചോദ്യം. ഇതിൽ നമുക്ക് ഈ tan inverse x raised to 4 t എന്ന് കൊടുക്കാം. put tan inverse x raised to 4 is equal to t. Now differentiate with respect to x. We will get, we know that tan inverse x in the derivative of tan inverse x is 1 by 1 plus x square എന്നാണ്. 1 by 1 plus x square means ഇതിൻ്റെ സ്ക്വയർ എഴുതണം. x raised to 4ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ x raised to 8. ഇപ്പോൾ 1 by 1 plus x square into ഇനി ചെയിൻ റൂൾ. ഡെറിവേറ്റീവ് ഓഫ് x raised to 4 it is 4x cube dx. 4x cube dx is equal to dt. അപ്പോൾ tan inverse x ൻ്റെ ഡെറിവേറ്റീവ് 1 by 1 plus x സ്ക്വയർ, ഇയാളുടെ സ്ക്വയർ എഴുതണം. ഇനി നമ്മൾ x ആയിട്ട് അസ്യൂം ചെയ്തത് x raised to 4നെയാണ്. അപ്പോൾ അയാളുടെ ഡെറിവേറ്റീവ്, അതാണ് ചെയിൻ റൂൾ. ഓക്കെ, നമുക്ക് ആവശ്യമുള്ളത് ഇവിടെ x ക്യൂബ് ഡിവൈഡഡ് ബൈ 1 plus x raised to 8 dx ആണ് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കാണുന്നത്. അതിന് നമുക്ക് 1 by 4 dt എന്ന് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ 1 plus x raised to dx 4നെ ചേഞ്ച് ആക്കി കേട്ടോ. നൗ റീറൈറ്റ് ദി ക്വസ്റ്റ്യൻ ഇൻ ടേംസ് ഓഫ് ടി ലൈക്ക് ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ. ആദ്യം ഈ ബ്രാക്കറ്റുള്ള ടേം എഴുതുന്നു. സൈൻ ഓഫ് tan inverse x raised to 4 എന്ന് പറഞ്ഞാൽ ടി ആണ്, സൈൻ ടി എന്ന് എഴുതി. ബാക്കി നിങ്ങൾ കാണുന്ന ഈ ടേംസ്, അതായത് എക്സ് ക്യൂബ്, ശരിക്കും ശ്രദ്ധിക്കണം, എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 1 plus x raised to 8 dx എന്ന് പറഞ്ഞാൽ ഇത്രയും ടേംസ്, ഇതടക്കമുള്ള ടേമിനെ നമുക്ക് 1 by 4 dt എന്ന് എഴുതാവുന്നതാണ്. ദാറ്റ് ഈസ് ഡി ടി ഡിവൈഡ് ബൈ 4, അതാണ് 1 by 4 dt. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by 4 ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്. ഇൻ്റഗ്രൽ ഓഫ് സൈൻ ടി നമുക്കറിയാം മൈനസ് കോസ് ടി ആണ്, മൈനസ് കോസ് ടി plus c. So our final answer is minus cos, what is t? Yes, tan inverse x raised to 4 divided by 4 plus c is the final answer. ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം നന്നായി ചെയിൻ റൂൾ ഉപയോഗിക്കണം, ചെയിൻ റൂൾ മറക്കാൻ പാടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 38 ആണ്. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഡിനോമിനേറ്ററിലേക്ക് നോക്കുക. ഡിനോമിനേറ്ററിലെ ഫംഗ്ഷൻ ഞാൻ എഫ് ഓഫ് എക്സ് എന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചോളൂ. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 10 പ്ലസ് 10 റേസ് ടു എക്സ് ആണ്. ഇയാളുടെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ്, ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ്, എക്സ് റേസ് ടു 10, ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു 10 ഈസ് 10 എക്സ് റേസ് ടു 9 പ്ലസ് ഹിയർ 10 റേസ് ടു എക്സ്, ഡെറിവേറ്റീവ് ഓഫ് 10 റേസ് ടു എക്സ് ഈസ് വാട്ട്? 10 raised to x log 10, 10 raised to x log 10. a raised to x ൻ്റെ ഡെറിവേറ്റീവ് d by dx of a raised to x is equal to a raised to x log a എന്നാണ്. ഇതാണ് റിസൾട്ട്. സോ 10 raised to x ൻ്റെ ഡെറിവേറ്റീവ് 10 raised to x log 10. നൗ ജസ്റ്റ് ഒബ്സർവ് ഹിയർ, ഇത് ഡിനോമിനേറ്റർ ആണ്. ഡിനോമിനേറ്ററിലുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്ററിൽ നിൽക്കുന്നത്. എക്സ് റേസ് ടു 10ൻ്റെ ഡെറിവേറ്റീവ് 10 raised to എക്സിൻ്റെ ഡെറിവേറ്റീവ്. സോ ഡയറക്റ്റ് റിസൾട്ടാണ് ഇൻ്റഗ്രൽ എഫ് ഡാഷ് എക്സ് ഡിവൈഡ് ബൈ എഫ് ഓഫ് എക്സ്. ഇൻ്റഗ്രൽ എഫ് ഡാഷ് എക്സ് ഡിവൈഡ് ബൈ എഫ് ഓഫ് എക്സ് ഡി എക്സിൻ്റെ ആൻസർ നമുക്കറിയാം ലോഗരിതം ഓഫ് മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് സി എന്നാണ്. അന്നേരം ഇവിടെ ആൻസർ ഫംഗ്ഷൻ ഇതാണ്, ഇയാളുടെ ഡെറിവേറ്റീവ് ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ലോഗ് ഓഫ് 10 raised to x പ്ലസ് എക്സ് റേസ് ടു 10 പ്ലസ് സി ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഇത് ഓൾവേസ് പോസിറ്റീവ് ആയതുകൊണ്ടായിരിക്കാം മോഡുലസ് എഴുതാത്തത്. മോഡുലസ് എഴുതിയാലും ആൻസർ കറക്റ്റാണ്. ഗോട്ട് ഇറ്റ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈ എക്സസൈസിൽ അവസാനത്തെ ചോദ്യമാണ്. നോക്കാം നമുക്ക്. ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു, ഫസ്റ്റ് നമ്മൾ ന്യൂമറേറ്ററിൽ 1നെ മാറ്റി എഴുതുന്നു. 1നെ നമുക്ക് സൈൻ സ്ക്വയർ എക്സും കോസ് സ്ക്വയർ എക്സ് ഉപയോഗിച്ച് എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം. 1 ഈസ് നത്തിങ് ബട്ട് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ്. നമ്മൾ പണ്ട് പഠിച്ച റിസൾട്ടാണ് ട്രിഗോണമെട്രിയിൽ. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈസ് 1. ദിസ് ഈസ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ആസ് ഇറ്റ് ഈസ് സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു
cos square x dx. ഓക്കെ, നൗ നമ്മൾ ഈ ഇൻ്റഗ്രേഷൻ രണ്ട് ടേം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് ഈ സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ആണ്. അങ്ങനെ ഫസ്റ്റ് ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ ചെയ്യുമ്പോൾ സൈൻ സ്ക്വയർ എക്സ് ക്യാൻസൽ ആയി പോവും അല്ലേ. സൈൻ സ്ക്വയർ എക്സ് ഗെറ്റ് ക്യാൻസൽഡ്. സൈൻ സ്ക്വയർ എക്സ് ക്യാൻസൽ ആവും. ബാക്കിയുള്ളത് 1/cos square x എന്നായിട്ട് മാറും. 1/cos square x പ്ലസ് സെക്കൻഡ് ടേമിനെ ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ cos square xും ക്യാൻസൽ ആവും. ബാക്കിയുള്ളത് 1/sin square x എന്നായി പോവും. ഓക്കെ, 1/sin square x dx. Now this is what? 1/cos square is x. 1/cos is sec. So this is sec square x plus what is 1/sin? It is cosec. So cosec square x dx. Now ഈ രണ്ട് ഫങ്ഷൻസും സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രൽസ് ഉള്ള ഫങ്ഷൻസ് ആണ്. സോ വി ക്യാൻ റൈറ്റ് ദ ആൻസേഴ്സ് ഡയറക്ട്ലി. ഇൻ്റഗ്രൽ sec square x we know. Integral sec square x is tan x, nothing but tan x. And next cosec square x. Integral cosec square x is nothing but minus cot x. Minus cot x is the antiderivative of cosec square x. Plus C is the right answer. രണ്ട് ടേമും ഡയറക്റ്റ് ഇൻ്റഗ്രൽസ് ഉള്ള ഫംഗ്ഷൻ ആണ്. ഇൻ്റഗ്രൽ sec square x is tan x. Integral cosec square x is minus cot x. And last C is the constant of ഇൻ്റഗ്രേഷൻ. ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഫസ്റ്റ് ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ, പിന്നീട് നമ്മൾ സെക്കൻഡ് ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ. ഫസ്റ്റ് ബൈ ചെയ്യുമ്പോൾ സൈൻ സ്ക്വയർ എക്സ് ക്യാൻസൽ ആവും. ബാക്കി 1/cos square. ഇവിടെ വീണ്ടും cos square ബൈ ഡിനോമിനേറ്റർ ചെയ്യുമ്പോൾ cos squareും ക്യാൻസൽ ആവും. പക്ഷേ 1/sin square. രണ്ട് ടേം ആയിട്ട് വേണമെങ്കിൽ ഇതിന് സ്പ്ലിറ്റ് ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ ഇങ്ങനെ എഴുതാവുന്നതാണ്. സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ, ഞാൻ ഈ സ്റ്റെപ്പ് എഴുതിയിട്ടില്ല, സൈൻ സ്ക്വയർ എക്സ് cos square x പ്ലസ് ചിലർക്ക് സംശയം ഉണ്ടാവും ക്യാൻസൽ ചെയ്യുമ്പം പിന്നെ എങ്ങനെയാണ് വീണ്ടും സൈൻ സ്ക്വയർ വന്നത് എന്നൊരു സംശയം ഉണ്ടാവും. അത് ഒഴിവാവാൻ ഈ സ്റ്റെപ്പ് നന്നായി മനസ്സിലാക്കുക. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 1/cos square, ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 1/sin square. ഓക്കെ, അപ്പോൾ ഇത് നിർബന്ധമില്ല, മനസ്സിലാവാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. ഇതോടുകൂടി നമ്മൾ ഈ ഒരു സെഷനും അതോടൊപ്പം എക്സസൈസ് 7.2 ഇവിടെ വിരാമം കുറിക്കുകയാണ്. ആകെ 39 പ്രോബ്ലംസ്, 39 പ്രോബ്ലംസ് ആണ് ഈ ഒരു എക്സസൈസിലുള്ളത്. അതോടുകൂടി ആ ഭാഗത്തെ കാര്യങ്ങൾ കഴിഞ്ഞു. തുടർന്ന് നമുക്ക് അടുത്ത എക്സസൈസ് 7.3 മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ആൻഡ് ജയ് ഹിന്ദ്.